ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അച്ഛനും കൊണ്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. എന്തിനാണ് പോകുന്നതെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മൾ ടാറ്റ പോവാണോ? നമ്മൾ ടാറ്റ പോവാ? നമ്മൾ ടാറ്റ പോവാണോ? എവിടേക്കാ പോണേ? പാപ്പ വാങ്ങാനല്ലല്ലോ പോണേ. ഇനി എന്താ ഉണ്ണി എന്താ പറഞ്ഞു വന്ന്? അയ്യോ, അത് പൊട്ടിക്കാൻ പാടില്ല. അത് പൊട്ടി. എല്ലാം പൊട്ടി. ഒക്കെ പൊട്ടിയില്ലേ? അച്ചുട്ടൻ പാപ്പ വാങ്ങാനെ പോകണമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇരിക്കുകയാണത്. നമ്മൾ അവൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. മുട്ട അടിക്കുന്നില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെട്ടണേ ഉള്ളൂ. അപ്പം മുടി വെട്ടാനാ പറഞ്ഞാൽ നമ്മുടെ അച്ചുട്ടൻ വരൂല്ല, ഒന്നും സമ്മതിക്കില്ല. അപ്പോൾ അവനെ പാപ്പ വാങ്ങാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ റെഡി ആയിട്ടാണ് നിൽക്കണത്. കുളിച്ചിട്ടൊന്നുമില്ല, വന്നിട്ട് കുളിപ്പിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങുകയാണ് മുടി വെട്ടാൻ വേണ്ടിയിട്ട്. മുടി വെട്ടാൻ ചെന്നപ്പോൾ അവിടെ എൻ്റെ മാമൻ ഉണ്ടായിരുന്നു കേട്ടോ മുടി വെട്ടാൻ. അപ്പം മാമൻ്റെ മുടി വെട്ടായിരുന്നു. അപ്പോൾ അതുവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ അച്ചുവേട്ടന് നല്ല സന്തോഷമാണ് കേട്ടോ. അച്ചുവേട്ടൻ അവിടെ കളിക്കുക, വണ്ടികൾ പോകുന്നത് നോക്കുക, എന്തൊക്കെയാണ് അവൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. മൊത്തം വികൃതി അടിക്കുകയായിരുന്നു. എൻ്റെ മേലൊക്കെ വന്ന് കയറുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവൻ അറിയണില്ല. പക്ഷേ മുടി വെട്ടുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല, ഈ സന്തോഷമൊന്നും അപ്പം കാണില്ല കേട്ടോ. അപ്പോൾ അവിടെ കടന്നിട്ട് ഉറങ്ങാൻ നോക്കുകയാണ് കേട്ടോ. പാവം കുട്ടി, വീട്ടിലൊന്നും കിടന്നുറങ്ങാൻ സ്ഥലമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഉറങ്ങണത്. കൂർക്കം വലിക്കണ പോലെയൊക്കെ സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. ഉറക്കം നടിക്കുകയാണെങ്കിലും ആ സൗണ്ടൊക്കെ അച്ചുവേട്ടന് വരും. അത്രയ്ക്കും അഭിനയിക്കാൻ നല്ല മിടുക്കനാണ് നമ്മുടെ അച്ചുട്ടൻ കേട്ടോ. അപ്പോൾ അവിടെ കിടന്നിട്ട് ഉറങ്ങുകയാണ് പാവം കുട്ടി. ഇനി മുടി വെട്ടാറാകുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ. കുട്ടി വെയിറ്റ് ചെയ്തിട്ട് കുട്ടിക്ക് മടുത്തു തോന്നും. അപ്പോൾ കുട്ടി ഒന്ന് ഉറങ്ങിയിട്ട് വരാമെന്ന് വെച്ചിട്ടോ കേട്ടോ. കൂർക്കം വലിക്കണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അവൻ. അങ്ങനെ ഞങ്ങൾ അച്ചുവിൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ട് വന്നു കേട്ടോ. കുറേ സമയം ഞങ്ങൾ അവിടെ ഇരുന്നു. കാരണം എൻ്റെ മാമ ഉണ്ടായിരുന്നു അവിടെ മുടി വെട്ടാൻ. അപ്പോൾ മാമൻ്റെ മുടി വെട്ടാൻ കുറേ സമയം പിടിച്ചു. അതൊക്കെ കേട്ടാണ് ഞങ്ങളുടെ മുടി വെട്ടിയത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു മുടി വെട്ടി എങ്ങനെ വെച്ചാൽ വെട്ടിത്തരാം, പക്ഷെ അവൻ ഇരുന്നാൽ മതി പറഞ്ഞു. ഞങ്ങൾക്കും പേടിയുണ്ടായിരുന്നു ചിലപ്പോൾ അവൻ സമ്മതിക്കില്ല എന്ന്. പക്ഷേ എങ്ങനെയൊക്കെയോ മുടി വെട്ടിയിട്ട് പോകുന്നു. അപ്പോൾ വീട്ടിലേക്ക് വന്നത് ഞാൻ അവനെയും കൊണ്ട് വേഗം പോയിട്ട് അവനെ കുളിപ്പിച്ചു കേട്ടോ. ആകെ മേലിൽ മൊത്തം മുടിയായിരുന്നു. അപ്പോൾ വേഗം കൊണ്ടുപോയിട്ട് കുളിപ്പിച്ച് നല്ല കുട്ടിയായിട്ട് ഇരുത്തി മിഠായിയൊക്കെ വാങ്ങിച്ച് കൊടുത്തു. പാപ്പ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനെ അവിടെ ഇരുത്തിയത്. നല്ല കരച്ചിലായിരുന്നു. പിന്നെ ആ ചേട്ടനും ഓരോന്ന് പറഞ്ഞു നമുക്ക് പാപ്പ വാങ്ങണം, നമുക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറയുക. കാരണം അച്ഛൻ്റെ പിന്നെ കുറച്ചൊന്ന് ഒതുങ്ങി കിട്ടാം. അപ്പോൾ എന്തായാലും വന്ന് ഞാൻ ഞാൻ അവന് വിചാരിക്കുന്നു മുടി വെട്ടണമെന്ന്. എനിക്ക് മുട്ട അടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ആ ഉള്ള മുടി ഇത്തിരി വൃത്തിയിൽ ആവണം എന്നുള്ള എനിക്കൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് മുടി വെട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഏട്ടനുള്ളപ്പോഴേ അത് സാധിക്കുള്ളൂ. അപ്പോൾ ഏട്ടൻ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ കാരണം ഇന്ന് പോയതാണ്. എനിക്ക് തന്നെ അവനെ കൊണ്ടുപോയി നടക്കില്ല. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഏട്ടൻ്റെ മടിയിൽ അവൻ ഇരുന്നോളൂ. അത് കാരണം കേട്ടോ അവനെ കൊണ്ടിന്ന് പോയത്. അപ്പോൾ അച്ചുവിനെ കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ. വൃത്തിയല്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ. മുൻപൊക്കെ ആ മുടി ഇങ്ങനെ ഉള്ള മുടി ഇങ്ങനെ തോനെ വളർന്ന കാരണം അവൻ്റെ മുഖമൊന്നും ഒരു രസം ഉണ്ടായിരുന്നില്ല കാണാൻ. അപ്പോൾ ഞാൻ പറയും ഈ മുടിയൊന്ന് കൊണ്ടിട്ട് വെട്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഇന്നിപ്പോൾ കൊണ്ടുപോയിട്ട് വെട്ടിയത്. നമ്മുടെ അച്ചുവിനെ അവിടെ ഉണ്ട്, ഞാൻ അച്ചുവിനെ കാണിച്ചു തരാം കേട്ടോ. ദേ നമ്മുടെ സുന്ദര കുട്ടൻ കോലുമിഠായി തന്നെയാണ്. ചെറിയ ഉണ്ണിവാവ. ഉണ്ണിവാവ, കുഞ്ഞുണ്ണിവാവയാണോ? ഇവിടെ നോക്കിക്ക. മഞ്ഞല്ല, അത് പച്ച. പച്ച കോലുമിഠായി കഴിക്കുകയാണ്. വാശി പിടിച്ചപ്പോൾ വെള്ളം കഴിഞ്ഞു.
അപ്പോൾ കോലുമിഠായി വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ അവൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞാലേ കോലുമിഠായി തരുള്ളൂ പറഞ്ഞ കാരണം വേഗം കുളിച്ച് കോലുമിഠായി കഴിക്കുകയാണ് കേട്ടോ. ഒരെണ്ണം കഴിക്കില്ല, ഇനി ഇത് രണ്ടാമത്തെയാണേ. അമ്മയ്ക്ക് തരുമോ? അമ്മയ്ക്ക് തരുമോ? ഉണ്ണിട്ട് ആരാ മുടി വെട്ടിയേ? മുടി വെട്ടിയോ? സുന്ദരനായില്ലേപ്പാ, അച്ഛൻ്റെ സുന്ദര കുട്ടപ്പനായി. ഇപ്പൊ മുടി വെട്ടിയപ്പോ എനിക്ക് ഇഷ്ടായാ? മുടി വെട്ടിയത് ഇഷ്ടമായി? നോക്കട്ടെ എവിടെ വെട്ടിയ മുടി? ഇപ്പൊ സുന്ദരനായിട്ടാ. ഇപ്പൊ ചീർപ്പൊണ്ടൊക്കെ ചീന്തി കൊടുത്ത് നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് പച്ചവെണ്ണ മുടിയൊക്കെ ചീന്തിയ. ഇവിടെയൊക്കെ ഇങ്ങനെ വെട്ടി തിരിഞ്ഞേക്ക് കുഞ്ഞ ബേക്കൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടാ സുന്ദര കുട്ടപ്പനാക്കിയിട്ട് നമ്മുടെ അച്ഛനെ. പക്ഷെ ഞാൻ എത്ര ചീന്തി കൊടുത്താലും അവനതൊക്കെ നാശാക്കൂട്ടോ. ചീന്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അല്ല കുഞ്ഞ? അയ്യോ, ഇതെന്താ അച്ചിട്ട കയ്യില്? മഞ്ഞ ഓറഞ്ച് വെള്ളയില്. അത് ഏതാ കളറ്? അത് മഞ്ഞ. അപ്പൊ ഇതോ ഓറഞ്ചോ? അത് ഓറഞ്ച് അല്ലല്ലോ, പച്ചല്ലേ? ഓറഞ്ചാ? ഓ ശരി ശരി, അമ്മയ്ക്ക് അറിയണ്ടേ ഏതാ പച്ച? അത് പച്ച, മഞ്ഞ മഞ്ഞ. അപ്പൊ പച്ച എവിടെ? പച്ച പച്ച കാണാനില്ലല്ലോ. എവിടെ? അത് മഞ്ഞല്ലടാ കുഞ്ഞാ, അത് മഞ്ഞല്ലേ? അപ്പൊ പച്ച എവിടെ? പച്ച പോയോ? പച്ച പോയി. ഇവിടെ ഇറങ്ങിക്ക് കുഞ്ഞാ. കുഞ്ഞ് ഫോട്ടോ എടുക്കട്ടെ, ബലൂണ് പിടിച്ചിട്ട് ഫോട്ടോ എടുത്ത് തരാം അമ്മോടൊക്കെ. ബാറ്റ് മാറ്റിക്കാ, ബാറ്റ് മാറ്റിക്കാ. അച്ഛൻ വണ്ടി കയറ്റും ബാറ്റിൽ കൂടെ. പൂരപ്പറമ്പെന്ന് വന്നതാ തോന്നുന്നു. ടാറ്റെടുക്ക അച്ഛക്ക്, ടാറ്റെടുക്ക്, ടാറ്റെടുക്ക്. കണ്ട അധികം ഒന്നും വെട്ടിയിട്ടില്ല കേട്ടോ. ഈ സൈഡൊക്കെയാണ് നമ്മുടെ അച്ഛൻ്റെ മുടി വെട്ടുള്ളത്. ഇങ്ങോട്ട് തിരി കുഞ്ഞ്, ഇങ്ങോട്ട് തിരി, ബാക്കിലേക്ക് തിരി, അവിടെ ബാക്കിലേക്ക് തിരി. ഇതാ ഇങ്ങനെയൊക്കെ വെട്ടിയിട്ടുള്ളൂ കേട്ടോ. അധികം ഇതിലൊന്നും വെട്ടിയിട്ടില്ല. ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. അവനത്ര തിക്കില്ല മുടി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞെന്താ കേട്ടോ, നിൽക്ക് കുഞ്ഞ, ആ ചേട്ടൻ പറഞ്ഞെന്താണ്, നമ്മൾ ഇവനെ അച്ചൂട്ടിനെ കുളിപ്പിക്കാനായിട്ട് മുന്നേ ഒരു പൂവാ ന്യൂനിൻ്റെ അടുത്തേക്ക് പോവാം. ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ കറ്റാർവാഴയുടെ ജെല്ലുണ്ടല്ലോ, ആ ജെല്ലെടുത്തിട്ട് തേക്കാൻ പാടില്ല. അതായത് കുളിക്കാനായിട്ട് മുന്നേ കേട്ടോ, എണ്ണ തേക്കാൻ പാടില്ല. അതിന് മുന്നേ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിപ്പിക്കുക. അതിന് ശേഷം എണ്ണ തേപ്പിച്ച് കൊടുത്താൽ മതി എന്നായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ മുതൽ നമ്മുടെ അച്ഛൻ്റെ തലയിൽ കറ്റാർവാഴയുടെ ജെല്ല് തേച്ച് കൊടുക്കണം. തേക്കാലേ? എവിടേക്ക്? ഞുഞ്ഞുത്തിച്ച് പോകണം അവന്. ഞുഞ്ഞുത്തിച്ച് ഞുഞ്ഞിന് ബലൂൺ കൊടുക്കാനാ? എത്ര ബലൂൺ കൊടുക്കും? ഏതാ ഉണ്ണിക്ക് വേണ്ട? ഏതാ ചിന്നുന്? ഓക്കെ, എന്നാ കൊണ്ടുപോയി കൊടുത്തോളൂ. ഞുഞ്ഞുന് കൊടുക്കണില്ലേ? ഞുഞ്ഞിന് കൊടുക്കണില്ലേ? അമ്മ വരാം. ഉണ്ണി സുന്ദരനായോ? ഇല്ലേ? സുന്ദരനായോ? ഉണ്ണിക്ക് ഇഷ്ടമായോ മുടി വെട്ടിയത്? ആരാ മുടി വെട്ടിയേ? ആരാ മുടി വെട്ടി? ഡോക്ടറോ? ഡോക്ടറാ മുടി വെട്ടി? ഒരു മാമല്ലേ മുടി വെട്ടിയേ? പോവാം. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് പറയണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. അച്ചുവിനെ മുടി വെട്ടാൻ കൊണ്ടുപോകുന്നത് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ അച്ചുട്ട് അപ്പോൾ ചിന്നുൻ്റെ അടുത്തേക്ക് കളിക്കാൻ പോകാൻ നിൽക്കുകയാണ്. ഇവിടെ ഉണ്ട് അച്ചുട്ട്. വണ്ടി വരുന്നുണ്ടോ? ബലൂണും കൊണ്ട് ചിന്നുൻ്റെ അടുത്തേക്ക് പോയതാട്ടോ. അപ്പോൾ ചിന്നു പറഞ്ഞു വണ്ടി വരുന്നുണ്ട്. വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ അവന് പേടിയുണ്ട്. അപ്പോൾ വേഗം ഇങ്ങോട്ട് ഓടി വന്നതാണ്. അമ്മ കായമ്പൂ പറഞ്ഞിട്ട്. വണ്ടിക്ക് എൻ്റെ അച്ഛന് കായമ്പൂ എന്നാണ് പറയുക. പോയി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. പോയി. വണ്ടി പോയി. ശരി. വണ്ടി പോയി. ഞാൻ ചിന്നുൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നായിരിക്കും. ബൈ.